എന്റെ അപ്പുച്ചാണ്ട് ഇതുപോലത്തെ ഒരുപാട് പോസ്റ്റർ ഞാൻ ഈ മതിലിന് മൊത്തം ഒട്ടിക്കും. അങ്ങനെ ഇതൊരു പ്രണവ് മോഹൻലാൽ മ്യൂസിയം ആക്കും. ദുൽഖർ ഫാനായ അവളിത് കാണുമ്പോൾ ഞെട്ടണം. പിന്നെ ഞൊട്ടു. ഇതൊന്നും കണ്ട DQ ഫാൻസുകാർ വീഴില്ല മോളെ. DQ ഫാൻസും മറ്റു ഫാൻസും ഒക്കെ വീഴില്ലായിരിക്കും, പക്ഷെ വേറൊരാളോടെ വീണ് കിടപ്പുണ്ട്. നിങ്ങളുടെ അച്ഛൻ എന്തോടി വീടിന്റെ ചുമരിലാണോ പോസ്റ്റർ ഒട്ടിച്ച് വെക്കുന്നത്? അത് തന്നെ. പിന്നെ വീട്ടിലല്ലോ ഞാൻ വല്ല കാട്ടിലും കൊണ്ട് ഒട്ടിക്കൂ. വീടിന്റെ ചുമരിലും ഇതിലേക്ക് മറ്റേ ഒരു അമ്മ എന്റെ സ്വാതന്ത്ര്യത്തെ അമ്മ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്റെ മൗലിക അവകാശത്തെയാണ് അമ്മ ചൂഷണം ചെയ്യുന്നത്, കേട്ടല്ലോ. എന്തോടി വീടിന്റെ ചുമരിലും മതിലൊക്കെ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്നതാണ് നിന്റെ മൗലിക അവകാശം. മാറ്റിക്കോ, നീ മാറ്റിയില്ലെങ്കിൽ ഞാൻ മാറ്റും. അങ്ങനെ പറഞ്ഞു നിന്റെ സപ്പോർട്ടൊന്നും എനിക്ക് ആവശ്യമില്ല. നീ കൊണ്ട് നിന്റെ മറ്റേ ആളുടെ ഫോട്ടോ ഒട്ടിച്ചാലും ഞാൻ അത് തന്നെ പറയും. മാറ്റേ എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ഓവറായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടാ. അച്ഛനോടൊക്കെ എന്താണ് നിങ്ങൾ പറഞ്ഞത്? അച്ഛനെ പറ്റി എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയാ അച്ഛൻ എത്ര ഫീൽ ചെയ്യുന്നുള്ളത്? അതിന് ഞങ്ങളിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ അച്ഛനെ ഫീൽ ചെയ്യാൻ എന്തുവാ? നിങ്ങൾ ജനിച്ച കാലം തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിടക്കുന്ന മനുഷ്യനെ ഇപ്പൊ നിങ്ങൾ തള്ളി പറഞ്ഞല്ലേ? നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒന്ന് സന്തോഷിച്ച് എന്തെങ്കിലും ചെയ്യുന്നത്. രാവിലെ എണീച്ചു വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെ വളർത്തിയത് എങ്ങനെയാണെന്ന് അറിയാലോ. താഴത്ത് നിലത്തൊന്നും വെക്കാതെ തലയിൽ വെച്ച പേനരിക്കും നിലത്ത് വെച്ച ഉറുമ്പരിക്കുന്നുള്ള രീതിയിലല്ലേ നിങ്ങളെ വളർത്തിയത്. എന്നിട്ട് എന്താണ് നിങ്ങൾ അച്ഛനോട് കാണിക്കുന്നേ? അതിന് അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിട്ട് ഞാൻ അപ്പം ദേശത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാനും ഇവിടെ ഒന്ന് വെറുതെ ചൊറിയാനായിട്ട് ലാലേട്ടന്റെ മോളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ വെറുതെ ഞാനും മമ്മൂക്കയുടെ മോളായിട്ട് ജനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത്. കൊള്ളാം. നിങ്ങൾക്ക് വലിയ എന്താ പറയാ വലിയ ആളായി വലിയ വലിയ താരങ്ങളുടെ ഒക്കെ ഫാൻ ആയി കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും വേണ്ട, ലാലേട്ടന്റെ അച്ഛനായിട്ട് വന്നാൽ മതി, മമ്മൂട്ടി അച്ഛനായിട്ട് വന്നാൽ മതി. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേ ഞങ്ങൾ തീരെ വയ്യാണ്ടാവുമ്പോ വേറെ ആൾക്കാരൊക്കെ അച്ഛനമ്മയാക്കിയിട്ട് ഞങ്ങളെ കൊണ്ട് അനാഥാശ്രമത്തെ ആക്കുമല്ലോ നിങ്ങൾ ഇല്ലേ? പറഞ്ഞു എങ്ങോട്ടമ്മ കാട് കയറി പോകുന്നേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടി സങ്കടപ്പെടുത്തല്ലേ? മക്കളെ അച്ഛൻ എത്ര ഫീൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അച്ഛൻ ആരായിരുന്നു? അച്ഛൻ മാത്രം മതിയായിരുന്നു അല്ലേ നിങ്ങൾക്ക്? അമ്മ പോലും വേണ്ടായിരുന്നു. അച്ഛൻ ഉറക്കണം, അച്ഛൻ ഭക്ഷണം വാരി തരണം, അച്ഛന്റെ കയ്യും പിടിച്ച് തൂങ്ങി നടക്കുക, ഇതൊക്കെ തന്നെയായിരുന്നില്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? എന്നിട്ട് ഇപ്പൊ ആ അച്ഛനോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അമ്മ ഇപ്പൊ ഞങ്ങൾ എന്താ വേണ്ടേ? അച്ഛന്റെ സങ്കടം മാറ്റണം, അത്രയല്ലേ ഉള്ളൂ. ഡി വാ പോയി അച്ഛനെ ആശ്വസിപ്പിക്കും. ശരി അച്ഛാ, എന്താ അച്ഛാ ഞങ്ങളെ ഫോട്ടോ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങളെ ഓരോ ഫോട്ടോകൾ ഞാൻ നോക്കുമായിരുന്നു. നല്ല രസം മക്കളെ. അച്ഛാ, അച്ഛൻ ഞങ്ങള് നേരത്തെ പറഞ്ഞില്ലേ, അത് അച്ഛന് വിഷമായെന്ന് അമ്മ പറയണേട്ടോ. വിഷമായ അച്ഛാ? വിഷമായോന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറഞ്ഞാ കള്ളാവും. ചെറുതായിട്ട് വിഷമായല്ലേ? അതച്ഛാ ഞാൻ ഇവിടെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത്. മമ്മൂക്കയുടെ മോളായ നല്ലതായിരുന്നു എന്നൊക്കെ. അല്ലാതെ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും ആയിരുന്നില്ല. അച്ഛൻ അങ്ങനെ അതൊക്കെ അറിയാം. അതൊന്നും കുഴപ്പമില്ല. അച്ഛൻ അറിയാലോ നിങ്ങളെ. പിന്നെ ഈ താരാരാധനയൊക്കെ നല്ലത് തന്നെ, പക്ഷെ അത് അധികം ആവാൻ പാടില്ല മക്കളെ. അത് അപകടമാണ്. അല്ല അച്ഛാ, നമ്മള് അവരുടെ കഴിവിനെയാണല്ലോ ആരാധിക്കുന്നത്. കഴിവിനെ ബഹുമാനിക്കണമെന്ന് അച്ഛനല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? അതെ, പക്ഷെ കഴിവിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാലേ അതിവിടെ നടക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ആരെ? ഒരു നടനെയാണ് ആരാധിക്കുന്നത്. ആ നടനെ സൃഷ്ടിച്ചത് ആരാണ്? അതായത് ഒരു കഥാപാത്രത്തെ, ഒരു കഥാകൃത്തുണ്ട്. ആ കഥാകൃത്തിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ? അയാൾക്ക് ഫാൻസ് ഉണ്ടോ? കൊണ്ട് ഒരു സിനിമ നല്ല രീതിയിൽ കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആരാണ്? ഒരു സംവിധായകനാണ്. ആ സംവിധായകന് ഫാൻസ് ഉണ്ടോ? അയാളെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? എന്തിന്? ഈ നടനെ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ആരാ? ഒരു ക്യാമറാമാൻ അല്ലേ? ആ ക്യാമറാമാനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? അപ്പോ ഈ ആരാധന എന്ന് പറഞ്ഞൊരു കാപട്യമാണ്. മനസ്സിലായില്ലേ? അതാണ് അച്ഛൻ പറഞ്ഞത്. ഇതേപോലെ സംശയം ഉണ്ടോ? അത് ശരിയാണ്. നടന്മാർക്ക് ഉള്ള പോലത്തെ ഫാൻസും കാര്യങ്ങളൊന്നും ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആർക്കൊന്നുമില്ല. അല്ല, അത് കാര്യം എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ മനസ്സിനെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരാണ്. അല്ല, അത് അപകടമാണ്. ഉദാഹരണത്തിന്
ഒരു സിനിമ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയെ വിജയിക്കാവുള്ളൂ, ആ സിനിമ മാത്രമേ വിജയിക്കാവുള്ളൂ, മറ്റുള്ള സിനിമ വിജയിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്ന് കാണികളുടെ ഇടയിൽ തന്നെ ചേരിതിരുണ്ടാവും. അതിനൊരു ഓമന പേരാണ് ഫാൻസ്. ഇതൊരു മാഫിയ സംഘമാണ്. അച്ഛാ സോറി അച്ഛാ, ഞങ്ങളുടെ സൂപ്പർ ഹീറോ എന്ന് അച്ഛൻ തന്നെ ആയിരിക്കും. മ്യൂസിക് ഇട്ട ബീജി എന്നാ സെന്റി ഡയലോഗ്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.